ബിഗ് ബോസ് സീസൺ 7 സാറ്റർഡേ സൺഡേ നടക്കേണ്ട എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കണ്ടത്. അതിൽ ലാലേട്ടൻ്റെ എപ്പിസോഡായിരുന്നു. ഇന്ന് അനിമോളെയാണ് ലാലേട്ടൻ ആദ്യം പിടികൂടുന്നത്. എന്താണ് അനിമോൾ നിങ്ങൾക്ക് പ്രശ്നം? ഒരാളുടെ കൺസേൺ ഇല്ലാതെ അയാളുടെ മുഖത്ത് തൊടാൻ കഴിയുമോ? നിങ്ങളുടെ ചുണ്ടിൽ ആരെങ്കിലും തൊട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? അറിയില്ല ലാലേട്ട എന്നാണ് അനിമോൾ അതിന് ഉത്തരം പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ അതെന്താ അങ്ങനെ? നൂറ, നിങ്ങളുടെ മുഖത്ത് ഒരാൾ തൊട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് നൂറയോട് ചോദിക്കുന്നു ലാലേട്ടൻ. അപ്പോൾ നൂറ എഴുന്നേറ്റിട്ട് പറയുന്നത് എനിക്കിഷ്ടപ്പെടില്ല ലാലേട്ട എന്ന്. അതങ്ങനെയാണ്, നമ്മളുടെ ഇഷ്ടമില്ലാതെ ഒരാൾ നമ്മളുടെ ദേഹത്ത് തൊട്ടാൽ നമുക്കത് ഇഷ്ടപ്പെടില്ല. അതിൻ്റെ റിഫ്ലക്സ് എന്നവണ്ണം ജിസേൽ പ്രവർത്തിക്കുന്നുണ്ട്. ജിസേലിനെ കുറ്റപ്പെടുത്തിയതല്ല, എങ്കിലും അനിമോൾ മറിഞ്ഞു വീണ് എന്തെങ്കിലും സംഭവിച്ചിരുന്നു എങ്കിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ജിസേലിനോടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നത്, ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് ലാലേട്ട ഇവളിത് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഞാൻ ഇതിന് പ്രതികരിച്ചില്ല. ഇവിടെ ബിഗ് ബോസും അതിന് ആക്ഷൻ എടുത്തിട്ടില്ല. ഇപ്പോൾ സെക്കൻഡ് ടൈം ആയപ്പോൾ ഞാൻ തന്നെ അതിന് പ്രതികരിച്ചു എന്ന് ജിസേൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ശരിയാണ്. ലാലേട്ടൻ ചിന്തിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോഴും അനിമോൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. അനിമോൾ ചെയ്ത തെറ്റിൻ്റെ ഫലമായിട്ടാണ് ജിസേലിന് അത് പ്രതികരിക്കേണ്ടി വന്നത്. അതിനുശേഷം ലാലേട്ടൻ പറയുന്നു, രണ്ടുപേർക്കും പണിഷ്മെൻറ്റിൻ്റെ ആവശ്യമാണെന്ന് പറയുന്നു. രണ്ടുപേരും ഡയറക്റ്റ് അടുത്ത ആഴ്ച നോമിനേഷനിലോട്ട് പോയിക്കോളാം എന്ന് പറയുന്നു. അത് മാത്രമല്ല, രണ്ടുപേരും 2 മണിക്കൂർ ജയിലിൽ പോയി കിടക്കണം. അതായത് അനിമോളുടെ ഫേസുള്ള ഒരു ബാഡ്ജ് ജിസേലിനും ജിസേലിൻ്റെ ഫേസുള്ള ഒരു ബാഡ്ജ് അനിമോൾക്കും കൊടുക്കുന്നുണ്ട്. ഇത് കുത്തിക്കൊണ്ട് വേണം രണ്ടുപേരും ജയിലിൽ പോയി കിടക്കാൻ. അവിടെ കിടന്ന് രണ്ടുപേരും കൂടി ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ സംസാരിച്ച് തീരുമാനമെടുത്ത് വരാനെന്നാണ് ലാലേട്ടൻ പറയുന്നത്. പിന്നെ വീണ്ടും അനിമോളോട് നിങ്ങൾക്ക് ക്യാപ്റ്റൻ പറയുന്നത് അനുസരിക്കാൻ വയ്യേ എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ പിന്നെ എന്തിനാണ് ക്യാപ്റ്റനെ ഇവിടെ വെച്ചിരിക്കുന്നത്? നിങ്ങളെല്ലാവരും കൂടി അല്ലേ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തത്? അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്റ്റൻ പറയുന്നതൊന്നും അനുസരിക്കാൻ വയ്യ. ഞാൻ ബിഗ് ബോസ് പറഞ്ഞാലേ അനുസരിക്കൂ, ഞാൻ കേൾക്കൂ എന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. അപ്പോൾ അനിമോൾ ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും ലാലേട്ടൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കിച്ചണിൽ ജോലി ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യാൻ വയ്യ, ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കില്ല, അപ്പോൾ ബാക്കി ആർക്കും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് മാത്രം എന്താ പ്രശ്നമെന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. അപ്പോൾ അനിമോൾ പറയുന്നത്, എന്നെ എല്ലാവരും ഒരുമിച്ച് ടാർഗറ്റ് ചെയ്ത് എനിക്കെതിരെ കളിക്കുന്നു, എനിക്കെതിരെ പാട്ടുണ്ടാക്കുന്നു, എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നൊക്കെ ലാലേട്ടനോട് അനിമോൾ പറയുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഇതൊരു ഗെയിമല്ലേ, അങ്ങനെയല്ലേ വേണ്ടുന്നത്, അപ്പം നിങ്ങൾക്കിതിനെ ഗെയിമായിട്ട് കാണാൻ കഴിയുന്നില്ലേ, നിങ്ങൾക്കിതൊന്നും അറിഞ്ഞുകൂടെ എന്നൊക്കെ ലാലേട്ടൻ അനിമോളോട് ചോദിക്കുന്നു. അനിമോൾക്ക് കരച്ചിൽ വന്നിങ്ങനെ ഇതായി നിൽക്കുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ശപിക്കുന്നത് എന്തിനാണ്? ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കരയുന്നു, ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരെ എല്ലാവരും ശപിക്കുന്നു, ഇതെന്താണ് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ എന്ന് അനിമോളെ ശരിക്കും കുടഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ. ഈ വീട്ടിലെല്ലാവരും നിങ്ങളുടെ ശത്രുക്കളാണോ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം ആര്യൻ എൻ്റെ മേക്കപ്പ് കിറ്റ് എടുത്തെന്ന് അനിമോൾ പറയുന്നു. മേക്കപ്പ് കിറ്റ് എടുത്ത് ഒളിപ്പിച്ച് വെച്ച് ഒരു ദിവസം മുഴുവൻ ഒളിപ്പിച്ച് വെച്ച് എനിക്ക് കുളിക്കാനും ഒന്നും പോകാൻ പറ്റിയില്ല. ഞാൻ ജയിലിൽ പോയ ദിവസമാണ് ആര്യൻ അത് എൻ്റെ കട്ടിലേൽ കൊണ്ടിടുന്നത്. അത് ആദ്യം എന്നോട് ജയിലിൽ വന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നതെന്നൊക്കെ ലാലേട്ടനോട് പറയുന്നു. അപ്പോൾ ആര്യൻ പറയുന്നു, എൻ്റെ ഡ്രസ്സ് എടുത്ത് അവൾ ഡസ്റ്റ്ബിൻ്റെ അകത്തിലിട്ട്, ആ ഡ്രസ്സ് ഇപ്പം ഡസ്റ്റ്ബിനോട് കൂടി ഇപ്പോൾ ബോംബെയിലെത്തി കാണും, അതിന് ശേഷമാണ് ഞാനിത് ചെയ്തതെന്ന് ആര്യൻ പറയുന്നു. അപ്പം അനിമോൾ ആദ്യം ചെയ്തതിന് ശേഷം ആര്യൻ ഇത് ചെയ്തതെന്നുള്ള കാര്യം ലാലേട്ടന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അവിടെയും അനിമോൾക്കാണ് കുറ്റം വന്നിരിക്കുന്നത്. പക്ഷെ ലാലേട്ടൻ അനിമോൾ കരഞ്ഞതുകൊണ്ടായിരിക്കും ലാലേട്ടൻ പിന്നീട് അനിമോളെ കുറ്റമൊന്നും പറയുന്നില്ല. ക്യാപ്റ്റൻ പറഞ്ഞാൽ എന്താണ് നിങ്ങൾ അനുസരിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഇനി ക്യാപ്റ്റൻ എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേന് ശരത്താണല്ലോ ക്യാപ്റ്റൻ. ശരത്ത് എഴുന്നേറ്റിട്ട് പറയുന്നു, ലാലേട്ട, ഈ വീട്ടിൽ അനിമോൾ ഒഴികെ ബാക്കി എല്ലാവരും ഞാൻ പറയുന്നത് അനുസരിക്കുന്നുണ്ട്. അനിമോളോട് എത്ര പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും അനിമോൾ അനുസരിക്കില്ലെന്ന്. പിന്നെ ലാലേട്ടൻ അക്ബറിനോട് ചോദിക്കുന്നു, അക്ബർ എന്തോ പാട്ടിനെക്കുറിച്ച് എന്തോ അനിമോൾ പറയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അക്ബർ പറയുന്നു, ലാലേട്ട, ഞാനിപ്പം നിക്കാഹ് എൻ്റെത് അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടെ അനിമോൾ പറയുന്നത് ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ പെണ്ണ് അവിടെ കാണില്ല, എന്നെ ഇട്ടിട്ട് പോകും എന്നൊക്കെയാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പം പിന്നെ പാട്ട് പാടുക മാത്രമേ നിർവാഹമുള്ളെന്ന് ചിരിച്ചുകൊണ്ട് അക്ബർ പറയുന്നു. അപ്പോൾ ലാലേട്ടനും ചിരിക്കുന്നു. പിന്നെ എവിക്ഷനെ കുറിച്ചാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. ആരൊക്കെയാണ് എവിക്ഷനിലെന്ന് ചോദിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. എവിക്ഷൻ വേണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു. വേണ്ട ലാലേട്ട എന്ന് എല്ലാവരും കൂടെ പറയുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നു, ശരി, ഈ ആഴ്ച എവിക്ഷൻ ഇല്ല, ഈ ആഴ്ചയിൽ ഉള്ള എല്ലാ ആൾക്കാരും അടുത്ത ആഴ്ച എവിക്ഷനിൽ ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, അനിമോളും ജിസേലും കൂടി അടുത്ത ആഴ്ച എവിക്ഷനിൽ ഉണ്ടായിരിക്കും.